ഹേ ടീം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് നോക്കി. അതിൽ നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ ലിസ്റ്റ് നോക്കി. അപ്പോൾ ഈ ലിസ്റ്റ് ആണെങ്കിലും ട്യൂപ്പിൾ ആണെങ്കിലൊക്കെ നമുക്ക് ലിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ അതിൽ ഓരോന്നിനും അതിൻ്റേതായ ബിഹേവിയർ ഉണ്ട്. നമുക്ക് അതുപോലത്തെ സിനാരിയോ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സെറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നത്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് ലിസ്റ്റ് ഈക്വൽ ടു നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ട്യൂപ്പിളിൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റുഡൻസ് ട്യൂപ്പിൾ ഈക്വൽ ടു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് റൗണ്ട് ബ്രാക്കറ്റ് ആണ്. ഇനി നമ്മൾ സെറ്റിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേളി ബ്രേസ് ആണ്. ഞാൻ സ്റ്റുഡൻസ് ഈക്വൽ ടു ഞാൻ കേളി ബ്രേസ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ജാഫർ, സുജിത്, ഞാൻ അജ്സൽ എന്നുള്ളത് സ്റ്റുഡൻസിൻ്റെ പേര് ഞാൻ കൊടുക്കണം. ഇവിടെ ഇത് ശരിക്കും ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, സെറ്റ് ഓഫ് സ്ട്രിങ് ആണ്. ഇതേപോലെ നമുക്ക് നമ്പറിൻ്റെ ഉണ്ടാക്കാം, ഫ്ലോട്ടിൻ്റെ ഉണ്ടാക്കാം, ഏത് ബൂളിയൻ്റെ ഉണ്ടാക്കാം, ഏത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലിസ്റ്റിൻ്റെയും അതേപോലെ ട്യൂപ്പിളിൻ്റെല്ലാം പോലത്തെ വേറൊരു ഡാറ്റ ടൈപ്പാണ് നമുക്ക് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിൻ്റെ പ്രത്യേകത നമുക്കുള്ളത് ഒന്ന് അൺഓർഡേഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, മറ്റു രണ്ടെണ്ണത്തിന് നമുക്ക് ഓർഡേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷൻ 0ത്തിലുള്ളത് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ പൊസിഷൻ വെച്ചിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് അലൗഡ് അല്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. നേരത്തെ പിന്നെ നമ്മൾ ഇതിലുണ്ടായിരുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അൺഓർഡേഡ് ആണ്, ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ചേഞ്ചസ് അലൗഡ് ആണ്. നമുക്ക് ട്യൂപ്പിൾ അൺചേഞ്ചബിൾ ആയിരുന്നു, ഇത് ചേഞ്ചബിൾ ആണ്, നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ താഴെയുള്ള കോഡ് ഞാൻ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, കേളി ബ്രേസ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു വാല്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സെറ്റിൽ നമുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റ് നെയിം ഈക്വൽ ടു ലെറ്റ്സ് ജാഫർ എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ് ഈ ജാഫർ എന്നുള്ളത് ഈ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഇങ്ങനെ S_name ഇൻ സ്റ്റുഡൻസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റിട്ടേൺ ചെയ്യാൻ ഒരു ബൂളിയൻ ആണ്. പ്രിന്റ് ഓഫ് ഇഫ് എക്സിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ വാല്യൂ ട്രൂ ആണ് വരിക. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫർ എന്ന് പറയുന്ന നെയിം ഇതിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഞാൻ ജാഫർ എന്നുള്ളത് ഞാൻ കൊടുത്തോ, അങ്ങനെ ഒരു നെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് ഫാൾസ് എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്ന് പറയുന്നത് നമുക്ക് ഈ സെറ്റ് ആണെന്ന് നമുക്ക് ഇന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ആ സെറ്റിൽ നമുക്കൊരു വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റുഡൻസ് ഡോട്ട് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് എന്നുള്ള പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പം സജീം എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ അതിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തം ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് കൊണ്ടിട്ട് അത് ആഡ് ആയിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് ഡോട്ട് റിമൂവ് ഓഫ് ജാഫർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യും.
അപ്പം ഫൈനൽ ലിസ്റ്റിൽ ജാഫർ എന്ന് പറയുന്ന നെയിം അവൈലബിൾ അല്ല. അപ്പം ഇതേപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്കിങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങനെ ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അത് അവൈലബിൾ അല്ല. പക്ഷേ അത് ഓർഡേർഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മളിങ്ങനെ കൊടുക്കുന്ന അതേ ഓർഡറിലാണെന്നില്ല അവർ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അൺഓർഡേർഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കതിന് നമ്മൾ ഇപ്പം ഇത് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, സുജിത്ത്, സജീം, അജ്സൽ, ഇങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ ഈ റിമൂവ് ചെയ്യാനുള്ളതും ആഡ് ചെയ്യാനുള്ള കോഡ് ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ജാഫർ, സുജിത്ത്, അജ്സലാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന എന്താണ്? ജാഫർ, അജ്സൽ, സുജിത്താണ്. പക്ഷെ ഓർഡർ മാറിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളതിൻ്റെ പോലെ ലിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ട്യൂപ്പിളിൻ്റെ എല്ലാം പോലെ നമ്മൾ ഈ കൊടുക്കുന്ന അതേ ഓട്ടത്തിന് ഡാറ്റ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇൻഡെക്സ് വെച്ച് ഡാറ്റ എടുക്കാനോ സെറ്റ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. നമുക്ക് ആകെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ സിസ്റ്റം തന്നെ കീപ്പ് ചെയ്യലാണ്. നമുക്ക് അതിൻ്റെ ഓർഡർ ഒന്നും തീരുമാനിക്കാൻ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷൻക്ക് ഇൻസേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ആ പൊസിഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, സിസ്റ്റം കീപ്പ് ചെയ്യുന്നില്ല. പൊസിഷൻ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സിംപ്ലി ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനെല്ലാം പറ്റും. പിന്നെ നമുക്ക് അതിൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് 3 നോക്കി. ലിസ്റ്റ് അത് ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്, ചേഞ്ചബിൾ ആണ്. ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്. സെറ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് അല്ല. ഇപ്പം എനിക്ക് ഇവിടെ ഇതേ നെയിമിൽ ഇനി ഒരു ഡാറ്റയും കൂടെ ഞാൻ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എനിക്കത് വർക്കാവില്ല. ഞാനിപ്പോൾ ഇവിടെ ജാഫർ എന്നുള്ളതും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിനെ ഇഗ്നോർ ചെയ്യും. ഒരു വാല്യൂ മാത്രമേ എടുക്കുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് അല്ല. ഓക്കെ, ഇനി പിന്നെ ചേഞ്ചസ് അലൗഡ് ആണ്, ആഡ് റിമൂവലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളത് തന്നെയാണ്. പക്ഷേ ഓരോന്നിനും ഓരോ ബിഹേവിയർ ആണ്. അത് ഓരോ ഡിഫറെൻറ്റ് സിനാരിയോയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിലും ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പോൾ നമുക്കൊരു പിന്നെ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ നമ്പർ ഒരിക്കലും നമ്മൾ ഇപ്പം ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പം അങ്ങനെ ഓരോ സിനാരിയോയിൽ ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രോസസ്സെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും.